ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കാര്യം ഞങ്ങൾ വെള്ളപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ വെള്ളപ്പം എന്താ ദോശത്തട്ടിൽ ഉണ്ടാക്കുന്നത് വിചാരിക്കേണ്ട, വെള്ളപ്പത്തിൻ്റെ ചട്ടി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തട്ടിലാണ് ഉണ്ടാക്കാറ് കേട്ടോ വെള്ളയപ്പം. ദലിച്ചു രാവിലെ തന്നെ പരാതിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ചേട്ടൻ എന്നെ തല്ലുന്നു അമ്മേ എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് സ്കൂളില്ലെങ്കിൽ ഇവരുടെ മെയിൻ പണി പേരും തമ്മിൽ അടികൂടുക. കീരിയും പാമ്പാട്ടോ രണ്ടുപേരും. പിന്നെ ഇന്നലെ വൈകുന്നേരം ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ബീഫ് കറിയും വെള്ളാപ്പവും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളിന്ന് കഴിച്ചത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഞാൻ ഭക്ഷണം. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു ഭക്ഷണം. പിന്നെ കുറേ നാളായി ഞാൻ ബീഫും പോത്തും കൂടിയിട്ട് കഴിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ അതേ പെരിച്ചാഴി മാന്തിയിട്ട് എൻ്റെ ചെടിയൊക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടികൾ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് ഞാൻ ഓരോ ചെടികൾ കൊണ്ടുവന്ന് നട്ടു പിടിപ്പിക്കണതാണ് കേട്ടോ. അതിന് കുറേ ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിലങ്ങ് വെക്കണം. പിന്നെ ഞാൻ ആ തുരങ്കത്തിലൊക്കെ കുറേ ആ മണ്ണൊക്കെ ഇട്ട് അങ്ങ് അടച്ചു കേട്ടോ. പിന്നെ എൻ്റെ കറിവേപ്പില തൈ അവിടെ കൊണ്ട് വെച്ചു. പിന്നെ രാവിലെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ ചെടികൾക്കൊക്കെ. രാവിലെ വൈകിട്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ ചെടികളിൽ. പിന്നെ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര വെയിലാണ്. സൂര്യൻ എൻ്റെ വെളിച്ചം മൊത്തം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പത്തേക്കായിരിക്കും കൂടുതലടിക്കുക. പിന്നെ ചെടിയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാവിലത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാനുള്ള ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ ബീഫ് കറി വെച്ച കാരണം അതിൽ നെയ്യ് പാത്രത്തിൽ പറ്റി പിടിച്ചിട്ട് നേരെ പോകുന്നുമില്ല, മണവും പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യം പാത്രം കഴുകി കേട്ടോ. എന്തൊരു നെയ്യായിരുന്നു. നെയ്യ് ഉണ്ടായിരുന്നു ബീഫ് കറിയിൽ. പിന്നെ ദേ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. പിന്നെ ചൂല് നോക്കിയപ്പോൾ വെള്ളമടിക്കാൻ ചൂല് നോക്കിയപ്പോൾ ചൂലിൻ്റെ അവസ്ഥ കണ്ടോ. ഇവിടുത്തെ കുരുപ്പുകൾ മുറിച്ച് കളഞ്ഞത് തോന്നുന്നുണ്ട്. അങ്ങനെ ഉള്ള ചൂലും വെച്ചിട്ട് എങ്ങനെയൊക്കെയൊക്കെ അടിച്ചു കേട്ടോ. പുതിയൊരു ചൂല് വാങ്ങണം. അയ്യോ, എന്നിട്ട് അത് ഒളിപ്പിച്ച് വെക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണിയൊക്കെ ഇന്നലെ ഉണങ്ങാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഞാൻ കൈയോടെ മടക്കി വെച്ചോളും. ഞാനിവിടെ തുണി എല്ലാം കൂടി എടുത്തിട്ട് അങ്ങനെ കട്ടിൽ കൊണ്ടിട്ട് മടക്കി വെക്കില്ല കേട്ടോ. കൈയോടെ തന്നെ അവിടെ തന്നെ മടക്കി എടുത്ത് വെക്കാറ് പതിവ്. കാരണം അത് നോക്കുമ്പോൾ എളുപ്പപ്പടിയായിട്ടേക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് മടക്കി ഷെൽഫിൽ വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് അധികം അലക്കാനൊന്നുമില്ല. അപ്പോൾ പിള്ളേരുടെ യൂണിഫോമും എൻ്റെ 2-3 ഡ്രസ്സേ ഉള്ളൂ അലക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ തുണിയൊക്കെ ഞാൻ അലക്കിയിട്ടു. ചിലപ്പോൾ ഞാൻ വൈകുന്നേരം അലക്കാറുണ്ട്. കാരണം ഇപ്പോൾ വെയിലുള്ള കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാറ്റും ഉള്ള കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തലവേദന തുടങ്ങിയത് തന്നെ കുറച്ച് നേരം ഞാൻ കിടന്നു കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ബീഫ് വെച്ച ചട്ടിയിൽ തന്നെ ചോറിട്ടിട്ട് അങ്ങ് അതൊക്കെ കൂടി കഴിച്ചു. പിന്നെ സന്ധ്യ ആയപ്പോൾ ഞാൻ വിളക്ക് വെച്ച് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.